നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പരമ്പരാഗത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരുടെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുവാൻ സംസ്ഥാനത്ത് ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ. കയർ മേഖലയിൽ തൊഴിലാളി പ്രതിനിധികളെയും ചെറുകിട ഉൽപാദകരെയും കച്ചവടക്കാരെയും കയറ്റുമതിക്കാരെയും ഒന്നിച്ചു വിളിച്ചു വരുത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നും സുധാകരൻ. ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് 23 കിലോഗ്രാം കഞ്ചാവ് കടത്താൻ സാമ്പത്തിക സഹായം ചെയ്തയാൾ കൊടുങ്ങല്ലൂരിൽ അറസ്റ്റിൽ. തിരുവനന്തപുരം പുത്തൻപാലം വള്ളക്കടവ് നാസറുദ്ദീനെയാണ് അറസ്റ്റ് ചെയ്തത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് ബാലനയ പ്രഖ്യാപനം നടത്തി. വി.ആർ. സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. 40 ലക്ഷത്തിലധികം വരുന്ന കയർ, കശുവണ്ടി, കൈത്തറി, മത്സ്യം തുടങ്ങി പരമ്പരാഗത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരുടെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുവാൻ സംസ്ഥാനത്ത് ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. ഇന്നു കാണുന്ന പ്രശ്നങ്ങളെ മാത്രം നേരിട്ടാൽ പോരാ, വിദൂര ഭാവിയെ കൂടി കണ്ടിട്ടാവണം നയങ്ങളും പരിപാടികളും രൂപീകരിക്കേണ്ടത്. കയർ മേഖലയിൽ തൊഴിലാളി പ്രതിനിധികളെയും ചെറുകിട ഉൽപാദകരെയും കച്ചവടക്കാരെയും കയറ്റുമതിക്കാരെയും ഒന്നിച്ചു വിളിച്ചു വരുത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. AITUC കൊടുങ്ങല്ലൂരിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ നടത്തിയ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുധാകരൻ. ഇന്നും കേരളത്തിൽ നിരവധി വിഭാഗങ്ങളായ പരമ്പരാഗത വ്യവസായക്കാരാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാണ് അവകാശമാണ്. പിന്നെ തോട്ടത്തൊഴിലാളികൾ PV സത്യനേശൻ, അഡ്വക്കേറ്റ് NP കലാധരൻ, MD സുധാകരൻ, S പ്രകാശൻ, R സുരേഷ്, മനോജ് B എടവന, അഡ്വക്കേറ്റ് V മോഹൻദാസ്, NC സർവൻ, CK രാമനാഥൻ എന്നിവർ പ്രസംഗിച്ചു. ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് 23 കിലോഗ്രാം കഞ്ചാവ് കടത്താൻ സാമ്പത്തിക സഹായം ചെയ്തയാൾ കൊടുങ്ങല്ലൂരിൽ അറസ്റ്റിൽ. തിരുവനന്തപുരം പുത്തൻപാലം വള്ളക്കടവ് നാസറുദ്ദീനെയാണ് SHO BK അരുണും സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 28-ന് രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം. ചന്തപുര വടക്കുഭാഗത്ത് ദേശീയപാതയിൽ ആഡംബരക്കാറിൽ കടത്തുകയായിരുന്ന 23 കിലോ കഞ്ചാവ് കൊടുങ്ങല്ലൂർ പോലീസ് പിടികൂടിയിരുന്നു. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലാവുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മൊത്തക്കച്ചവടത്തിനായി ഒഡീഷയിൽ നിന്നെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. കഞ്ചാവ് കൊണ്ടുവരാൻ ഇവർക്ക് സാമ്പത്തിക സഹായം നൽകിയവരെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് നാസറുദ്ദീൻ ഇവർക്ക് 35,000 രൂപ ഗൂഗിൾ പേ ചെയ്തിരുന്നതായി കണ്ടെത്തുകയും ഇയാളെ തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇതോടെ ഈ കേസിൽ 3 പേർ അറസ്റ്റിലായി. അന്നമനട ഗ്രാമപഞ്ചായത്ത് ബാലനയ പ്രഖ്യാപനം നടത്തി. വി.ആർ. സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അവർക്കുള്ള അവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത്. അതിലൂടെ തന്നെയാണ് എന്ത് പഠിക്കുന്നതിനേക്കാളും തുടക്കമെന്ന്. പക്ഷേ നമുക്ക് അത്തരം ഒരു പഠനം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം. കൊച്ചുകുട്ടികളിലേക്ക് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണങ്ങളെ കുറിച്ച്, അവർക്കുള്ള അവകാശങ്ങളെ കുറിച്ച്, കുട്ടികൾക്ക് ഒത്തിരി അവകാശങ്ങൾ വെറുതെ ഇരുന്ന് അച്ഛനമ്മയ്ക്ക് ചീത്ത പറയാനുള്ള ആളുകൾ, അധ്യാപകർ, ഞാൻ നിങ്ങൾ ഉൾപ്പെടെയുള്ള അവർക്ക് എപ്പോഴാണെങ്കിലും കേസ് കൊടുക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടാവില്ല. വെറുതെ അമ്മ ചീത്ത പറഞ്ഞാൽ അച്ഛൻ ചീത്ത പറഞ്ഞാൽ എൻ്റെ മോനൊരു ദിവസം കൂടെ പറഞ്ഞാൽ ഞാൻ പോയിട്ട് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. അപ്പോൾ അതവരുടെ അവകാശമാണ്, വേറെ ഒന്നുമില്ല, അതവരുടെ അവകാശമാണ്. പല കുട്ടികളും കേസ് കൊടുത്തിട്ടുണ്ട്, രക്ഷിതാക്കൾക്ക് കേസും കൊടുത്തിട്ടുണ്ട്. കേസിൽ അവർ വിജയിച്ചവരായിട്ടുമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കുട്ടികളെ പോലീസുകാരെ വന്ന് അന്വേഷണം നടത്തിയിട്ട് രക്ഷിതാക്കളെ താക്കീത് ചെയ്തിട്ടുള്ള പോലീസുകാരുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. മഞ്ജു സതീശൻ, KA ഇക്ബാൽ, TK സതീശൻ, സിന്ധു ജയൻ, ലളിത ദിവാകരൻ, ആനി ആൻഡു, സുനിത സജീവൻ, KA ബൈജു, ഷീജ നസീർ, CK ഷിജു, മോളി വർഗീസ്, MK ഹക്ക്, NP ആന്റണി, ഡേവിസ് കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു.
വീട്ടമ്മയെ പീഡിപ്പിച്ച യുവാവിനെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റിച്ചിറ മാരാങ്കോട് സ്വദേശി പടിഞ്ഞാക്കര ബിനീഷിനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. സമീപവാസിയായ വീട്ടമ്മയുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബിനീഷിനെ അറസ്റ്റ് ചെയ്തത്. പോലീസ് അന്വേഷിക്കുന്നത് മനസ്സിലാക്കിയ ബിനീഷ് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വീടിന് സമീപത്തു നിന്നും പോലീസ് പിടികൂടിയത്. ഇയാൾക്ക് ചാലക്കുടി, അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു. വെള്ളിക്കുളങ്ങര SHO കെ കൃഷ്ണൻ, SI അഫ്സൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പിടികൂടിയത്. നടവരമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷ ചടങ്ങുകളുടെ സമാപനത്തിന്റെ ഭാഗമായി ലോഗോ പ്രകാശനം നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു പ്രകാശനം നിർവഹിച്ചു. അധ്യാപിക ഷക്കീല, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് പ്രദീപ് മേനോൻ, ജനറൽ സെക്രട്ടറി അനൂപ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി, വെള്ളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ധനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സോവനീർ പ്രകാശനം, പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമം, വേൾഡ് റെക്കോർഡിന് വേണ്ടിയുള്ള പരിപാടികൾ തുടങ്ങിയവ 2025 ഏപ്രിൽ 4, 5, 6 ദിവസങ്ങളിൽ നടത്താൻ നടവരമ്പ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി ശതാബ്ദി കമ്മിറ്റി തീരുമാനിച്ചു. ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് താലൂക്ക് കമ്മിറ്റി രൂപീകരണ യോഗം പറവൂരിൽ നടന്നു. ആക്ഷൻ ഫോഴ്സ് ജില്ലാ സെക്രട്ടറി ജോബി തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വർക്കിച്ചൻ മേനാച്ചേരി അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് ചെയർമാൻ ഹാരിസ് കൊടുങ്ങല്ലൂർ, ജനറൽ സെക്രട്ടറി ബിന്ദു ബിജു, മീഡിയ കോർഡിനേറ്റർ MK സുബ്രഹ്മണ്യൻ, സ്റ്റേറ്റ് വൈസ് ചെയർമാൻമാരായ റോഷൻ റോയ്, ലക്ഷ്മി വളാഞ്ചേരി, ജില്ലാ സെക്രട്ടറി TA സുഭാഷ്, കമ്മിറ്റി അംഗങ്ങളായ TJ കൃഷ്ണൻ, PK ശാന്ത എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അഴീക്കോട് മാർത്തോമ പൊന്തിഫിക്കൽ തീർത്ഥകേന്ദ്രത്തിൽ മാർത്തോമ സ്ലീഹായുടെ ഭാരത പ്രവേശന തിരുനാളും മാർത്തോമ സ്ലീഹയുടെ വലതുകര തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ 71ാം വാർഷികവും ആഘോഷിച്ചു. പൊന്തിഫിക്കൽ സമൂഹ ദിവ്യബലിക്ക് ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണുകാടൻ മുഖ്യ കാർമ്മികനായി. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം വിശ്വാസികൾക്ക് തിരുശേഷിപ്പ് വണങ്ങാൻ സൗകര്യമൊരുക്കി. തുടർന്ന് വൈകിട്ട് പെരിയാർ നദിയിലൂടെ അഴിമുഖം വരെ വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ആഘോഷമായ തിരുനാൾ ജലഘോഷയാത്രയും സാമൂഹിക നാടകവും നടന്നു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട്, പാലക്കാട് മണ്ഡലത്തിലെ വിജയത്തിൽ കൊടുങ്ങല്ലൂർ നഗരത്തിൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഇന്ദിരാഭവൻ പരിസരത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കൊടുങ്ങല്ലൂർ നഗരം ചുറ്റിയാണ് പ്രകടനം നടന്നത്. DCC ജനറൽ സെക്രട്ടറിമാരായ TM നാസർ, അഡ്വക്കേറ്റ് VM മൊഹീദ്ദീൻ, ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, നഗരസഭാ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി PU സുരേഷ് കുമാർ, UDF നേതാക്കളായ പ്രൊഫസർ CG ചെന്താമരാക്ഷൻ, PV രമണൻ, KP സുനിൽകുമാർ, സേവ്യർ പങ്കത്ത്, A ചന്ദ്രൻ, TA നൌഷാദ്, M അബ്ദുൽ ജബ്ബാർ, VM ജോണി, KK ചിത്രഭാനു, നിഷാദ് കുര്യാപ്പള്ളി, റൂവിൻ വിശ്വൻ, സുനിൽ കളരിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാളാത്തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. യജ്ഞത്തിന്റെ ഭാഗമായി വിവിധ ദേശങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ശ്രീകൃഷ്ണ വിഗ്രഹ ഘോഷയാത്ര നടന്നു. തുടർന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് സപ്താഹ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീമദ് നാരായണീയം ശ്രേഷ്ഠാചാര്യ പുരസ്കാര ജേതാവ് സുമതി R നായർ, ശിവപുരാണ പാരായണ സമർപ്പണം നടത്തിയ സത്യപ്രകാശൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ആചാര്യവരണം, ഭാഗവത മാഹാത്മ്യ പാരായണം, പ്രഭാഷണം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി കിഴക്കിനിയടത്ത് ഗോദൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി സതീശൻ മരുദൂർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PN ജയരാമൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് EN ചന്ദ്രശേഖരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നവംബർ 24 മുതൽ ഡിസംബർ 1 ഞായർ വരെയാണ് ശ്രീമദ് സപ്താഹ യജ്ഞം. കുളത്തൂർ പുരുഷോത്തമനാണ് യജ്ഞാചാര്യൻ. പ്രധാന വാർത്തകൾ വീണ്ടും. പരമ്പരാഗത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരുടെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുവാൻ സംസ്ഥാനത്ത് ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് മുൻ മന്ത്രി G സുധാകരൻ. കയർ മേഖലയിൽ തൊഴിലാളി പ്രതിനിധികളെയും ചെറുകിട ഉൽപ്പാദകരെയും കച്ചവടക്കാരെയും കയറ്റുമതിക്കാരെയും ഒന്നിച്ചു വിളിച്ചു വരുത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നും സുധാകരൻ. ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് 23 കിലോഗ്രാം കഞ്ചാവ് കടത്താൻ സാമ്പത്തിക സഹായം ചെയ്തയാൾ കൊടുങ്ങല്ലൂരിൽ അറസ്റ്റിൽ. തിരുവനന്തപുരം പുത്തൻപാലം വള്ളക്കടവ് നാസറുദ്ദീനെയാണ് അറസ്റ്റ് ചെയ്തത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് ബാലനയ പ്രഖ്യാപനം നടത്തി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.